എന്തൊക്കെയോ ബ്ലോക്കുകളുണ്ട്, എന്നാൽ എന്നാന്ന് അറിയില്ല. ഓവർ തിങ്കിങ് ആയിട്ടായിരിക്കും വരുന്നത്. ഇന്ന് ഓവർ തിങ്കിങ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? പാമ്പാന്ന് തിരിച്ചറിയുന്നതിന് പുറമെ ചാടിത്തുള്ളി ഒരു 2 കിലോമീറ്റർ പോകത്തില്ലേ? ചിന്തിക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരം പ്രവർത്തിക്കും. അതുപോലുള്ള ഒരു അലേർട്ട് മോഡിലാണ് എല്ലാവരും. ഈ ഒരു അലേർട്ട് മോഡിലിരിക്കുമ്പോൾ നമുക്ക് തോട്ടില്ല. എനിക്ക് വിഷമം വരുന്നു, പക്ഷെ എന്തിനാ വിഷമം വരുന്നതെന്ന് അറിയില്ല എന്ന് പലരും അറിയില്ലേ? അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞാനൊരു സ്റ്റോറി പറയാം. ഒരു വ്യക്തി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവും കഷ്ടവും വിഷമങ്ങളുമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് അവരുടെ ഉള്ളിൽ എന്താണോ അധികം നിറഞ്ഞിരിക്കുന്നത് അതാണ് പുറത്തു വരുന്നത്. സർവൈവൽ മോഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇതിന്റെ റീസെറ്റ് പോസിബിൾ ആവുന്നത്? തിരിച്ചുള്ള ജേർണി എങ്ങനെയാണ്? ഇതിന്റെ കാരണം എവിടുന്നാണ് തുടങ്ങുന്നത്? അബാക് മീഡിയയിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് ലൈഫ് കോച്ചായ പ്രിയ ജെയിംസ് ആണ്. നമസ്കാരം മാഡം. മാഡത്തിനെ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. സമീപിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആവശ്യവുമായി വരുന്നത് എന്താണ്? എന്താവശ്യവുമായാണ് ആൾക്കാർ കാണാൻ വരുന്നത്? എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സെലിബ്രിറ്റീസ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്, ഹൗസ് വൈഫുണ്ട്. ഇവരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ലൈഫിൽ സ്റ്റക്കായിരിക്കുന്നു, ഹാപ്പിനെസ് ഇല്ല, നിറയെ പ്രശ്നം. ഇനി എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്നവർ, എൻ്റെ ജീവിതം തീർന്നു എന്ന് അവർ തന്നെ വിശ്വസിച്ച് ഇരിക്കുന്ന ആളുകൾ, സന്തോഷം എന്നാന്ന് മറന്നുപോയ ആൾക്കാർ വരാറുണ്ട്. അതേപോലെ ലൈഫിൽ ഒരുപാട്, അതായത് നമ്മുടെ സമൂഹം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ സഫറിങ് അല്ല ഒരുപാട് സാക്രിഫൈ ചെയ്യുന്നത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് എല്ലാവർക്കും വേണ്ടി സാക്രിഫൈ ചെയ്യുക, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പീരീഡിൽ ഇവർ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഇവരുടെ ഈ അനുഭവങ്ങളൊക്കെ സ്വീകരിച്ച് അല്ലെ ഇവരുടെ സമയവും ഇവരുടെ സാധ്യതകളും ഒക്കെ ഉപയോഗിച്ചെന്നവർക്ക് ഒന്നും അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൽ ഇവരുടെ വിഷമങ്ങൾ, ഇവർ ചങ്ക് പൊട്ടി കരഞ്ഞാലും കൂടെയുള്ളവർക്ക് അത് മനസ്സിലാവില്ല. ഇവരോട് ചോദിക്കും, എന്തിൻ്റെ അസുഖം നിങ്ങൾക്ക് എന്നാത്തിൻ്റെ കുറവാണ് ഉള്ളേ? എല്ലാം ഇല്ലേ? ആവശ്യത്തിന് നല്ലൊരു കുടുംബമില്ലേ, അല്ലെങ്കിൽ പണമില്ലേ, ജോലിയില്ലേ? എന്തിനാ നിങ്ങൾ? അവരുടെ വേദന ആൾക്കാർക്ക് മനസ്സിലാവാറില്ല. അത് കുറച്ച് ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിപ്പോയി സപ്രസ് ചെയ്ത് ഇനി ഒട്ടും പറ്റില്ല എന്നൊരവസ്ഥയിൽ എത്താറുണ്ട് പലപ്പോഴും. ആളുകൾ ചോദിക്കും, ഇപ്പം എന്തൊരു അഹങ്കാരത്തിലാണ് നിങ്ങളിങ്ങനെ? അതായത് ഇതിനു മുന്നേ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവർ പൊട്ടിത്തെറിക്കുന്നു. മക്കൾ പറയും, അമ്മ അലറിക്കൂവാന്ന് പറയും വീട്ടിൽ. എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തിനാ ഇത്രയും റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അവരുടെ കയ്യിലല്ല ഇതിരിക്കുന്നെന്നുള്ളത് അവരും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളും തിരിച്ചറിയാത്ത ഒരു പോയിന്റിൽ ഇവർ സ്വയം സംശയിക്കാൻ തോന്നും, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഇവരുടെ ആവശ്യങ്ങൾ അവരുടെ ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല. അത് ഹസ്ബൻഡും ഉണ്ട്, വൈഫും ഉണ്ട്. അവർ ശരിക്കും എന്താ അവർ സഫർ ചെയ്യുന്ന അല്ലെ ഗോ ത്രൂ ചെയ്യുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തുനിന്ന് അവർക്ക് എന്താ ബ്ലോക്ക് എന്നുള്ളത് അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത ആളുകളുണ്ട്. അതേപോലെ ലൈഫിൽ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ബ്ലോക്കുകളുണ്ട്, എന്നാൽ എന്നാന്ന് അറിയില്ല. അതെ, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ലൈഫിൽ എക്സൈറ്റ്മെന്റ്സ് ഇല്ല, എന്നെ ഒന്നും സന്തോഷിപ്പിക്കുന്നില്ല. അതിനൊക്കെ കാരണം എന്തായിരിക്കും? ലൈഫിൽ സന്തോഷിപ്പിക്കുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, എന്താണ്? എനിക്കൊന്നും എക്സൈറ്റ്മെന്റ് ഇല്ല, എല്ലാം ഉണ്ട്, എനിക്കെല്ലാം സാധാരണ പോലാണ്. അതുപോലെ അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മുടെ ചെറുപ്പത്തിൽ മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അതായത് എല്ലാ എമോഷൻസിനും ഒരു സൈക്കിൾ ഉണ്ട്. നമ്മൾ സന്തോഷം വന്നാൽ എന്താ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഫുൾ അത് എക്സ്പീരിയൻസ് ചെയ്യും. എനിക്ക് ഒത്തിരി സന്തോഷം, ഇത്രയും മതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കടിച്ചമർത്താറുണ്ടോ? ഇല്ല. നമ്മളത് 1-2 ദിവസം ഫുള്ള് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ ദുഃഖമോ വേദനയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രയാസങ്ങളോ വന്നാൽ ഒന്നിയും നമ്മളത് കടിച്ചമർത്തും, അല്ലെങ്കിൽ സപ്രസ് ചെയ്യും, അല്ലെങ്കിൽ റാഷണലൈസ് ചെയ്യും. നമ്മളത് കംപ്ലീറ്റ് ചെയ്യാറില്ല. ഈവൻ 2 പേര് തമ്മിലുള്ള ആർഗ്യുമെന്റ് വന്നാൽ തന്നെ നമ്മൾ വഴക്കുണ്ടാക്കിയാലും അവിടെ കോംപ്രമൈസ് ചെയ്യുകയല്ലാതെ പലപ്പോഴും അത് പറഞ്ഞ് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ നമ്മളിങ്ങനെ അതിനെ ഫീൽ ചെയ്ത് തന്നെ തീർക്കണം. തീർച്ചയായിട്ടും ഓരോ എമോഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത എല്ലാ എമോഷൻസും നമ്മുടെ ഉള്ളിൽ തന്നെ എങ്ങും പോകാതുണ്ട്. അതവിടെ കിടക്കും. നമ്മൾ വിചാരിക്കും അത് ഡിസപ്പിയർ ആകത്തില്ല. ഇത് നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി
ഇത് വൺ ഓർ അതർ വേ നമ്മൾ ബാലൻസ് ചെയ്യണം. ഇത് റീഡയറക്റ്റ് ചെയ്തിട്ട് മറ്റു പല കാര്യങ്ങളായിട്ടാണ്, മറ്റു പലയിടത്തിലാണ് ഇറ്റ് വിൽ നമ്മുടെ ലൈഫിൽ പ്രത്യക്ഷമാകുന്നത്. നമ്മളിത് മറന്നു പോയാലും ഇത് നമുക്കുള്ളിലുണ്ടോ? നമ്മുടെ മനസ്സ് മറക്കുന്നതിനെല്ലാം ബോഡി ഓർത്ത് വെക്കും. മനസ്സ് എന്തിനെയൊക്കെ ഹൈഡ് ചെയ്യുന്നു, മറക്കുന്നോ, അതൊന്നും കളയാതെ ബോഡി അത് ഓർത്ത് വെക്കും എന്നുള്ളതാണ്. അതൊരിക്കലും, അതായത് ഇത് ആക്ച്വലി ദിസ് ഇസ് എ ട്രോമ. പക്ഷെ ആളുകൾ എന്താ വിചാരിക്കുന്നത് അറിയാം, ട്രോമ ഭയങ്കര ഡ്രാമാറ്റിക് സിനിമാറ്റിക് ആണെന്നാണ്. എന്നിട്ട് പറയും എനിക്കൊരു ട്രോമയില്ലെന്ന്. വർഷങ്ങളോളം ഇത് നമ്മുടെ ഉള്ളിൽ ഹൈഡായിട്ടിരിക്കും, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കും. ഇത് ഒരു സംഭവം കൊണ്ട് ആരുടെ ജീവിതവും മാറാൻ പോകുന്നില്ല. വൺ ബൈ വൺ ഒന്നിനു മേലെ നമ്മുടെ നെർവ് സിസ്റ്റം ഓവർലോഡായി നമ്മൾ പല പാറ്റേണിലേക്കും മാറി നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ മാറിപ്പോകും. ഇത് നമ്മൾ സർവൈവൽ മോഡിൽ വന്ന് നമുക്ക് ചോയ്സ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് സർവൈവൽ മോഡിൽ എത്തുന്ന ഒരാൾ, എനിക്ക് ഒരു ചോയ്സും ഇല്ല, ജസ്റ്റ് സർവൈവ് ആകുക മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അന്വേഷിക്കാൻ തുടങ്ങുന്നത് എന്താ എനിക്ക്, അല്ലെ എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ. ഒരിക്കലും നമുക്ക് ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, റീഡയറക്റ്റ് ആയിട്ട് വേറൊരു രീതിയിലാണ് ലൈഫിൽ വരുന്നത്. അത് ചിലപ്പം ഒരു പ്രശ്നത്തിൻ്റെ ഇത് നമ്മൾ ചിലപ്പം ഫിനാൻഷ്യൽ ഏരിയയിലായിരിക്കും വരുന്നത്, ചിലപ്പം റിലേഷൻഷിപ്പിലായിരിക്കും, ചിലപ്പോൾ കരിയറിൽ വരുന്ന ബ്ലോക്കുകളായിട്ടായിരിക്കും, ഓവർ തിങ്കിങ് ആയിട്ടായിരിക്കും വരുന്നത്. ഇന്ന് ഓവർ തിങ്കിങ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇങ്ങനെ പല രീതിയിൽ, അതായത് കാരണമറിയാത്ത ക്ഷീണം. ഇന്ന് പലരും പറയുന്നതാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഐ എം സോ ടയേർഡ്, ഞാൻ ഭയങ്കര ടയേർഡാണ്. അതേമാതിരി ഫോഗി മൈൻഡ് അല്ലേ, ഫോഗി ബ്രെയിൻ, ക്ലൗഡ് ബ്രെയിൻ എന്ന് പറയും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ക്ലാരിറ്റി ഇല്ല. ഇന്ന് 90% ആളുകൾ സർവൈവൽ മോഡിലാണ് പോകുന്നത്. എപ്പോഴും നമ്മുടെ നെർവ് സിസ്റ്റം ഫൈറ്റ് മോഡിലാണ്, അല്ലെ ഫ്ലൈറ്റ് മോഡിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിലായിരിക്കുമ്പോൾ, നമ്മളിപ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? പാമ്പാന്ന് തിരിച്ചറിയുന്നതിന് പുറമെ ചാടിത്തുള്ളി ഒരു 2 കിലോമീറ്റർ പോകത്തില്ലേ? ചിന്തിക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരം പ്രവർത്തിക്കും. അതുപോലുള്ള ഒരു അലേർട്ട് മോഡിലാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു 90% ആളുകളും മാക്സിമം ടൈം ഇരിക്കുന്നത്. ഈ ഒരു അലേർട്ട് മോഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോട്ടില്ല, നമുക്ക് ചിന്തയില്ല, നമുക്ക് അസസ്മെൻറ്റോ ഗ്രോത്തോ ഒന്നുമില്ല. നമ്മുടെ ബ്രെയിനിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളേതോ ത്രെട്ടിലാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ നമുക്കൊന്നും നടക്കത്തില്ല. ഈ അലേർട്ട് മോഡിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എല്ലാ മൊഡാലിറ്റീസ് യൂസ് ചെയ്താലും വർക്കൗട്ട് ആവില്ല. അതിപ്പം വിഷ്വലൈസേഷൻ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും എല്ലാ വാജിക്ക് കാണിക്കണമെങ്കിലും നമ്മളുടെ ബേസിക് ഫങ്ഷനിങ് നടക്കുന്നത് ഒരു ത്രെട്ട് മോഡിലാണ്. പക്ഷെ ബോഡി അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നിൽക്കുമ്പം ഇതൊന്നും നമ്മുടെ ബോഡിക്കല്ല, ബ്രെയിൻ ഒരു മാറ്ററല്ല. അതെ, ഇതുപോലെയാണ് എനിക്ക് വിഷമം വരുന്നു, പക്ഷെ എന്തിനാ വിഷമം വരുന്നതെന്ന് അറിയില്ല എന്ന് പലരും പറയില്ലേ, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും ഞാനൊരു സ്റ്റോറി പറയാം. ഇപ്പം ഒരു കുട്ടി ഇതുപോലെ എന്നും അമ്മയോട് പോയി കംപ്ലൈൻറ്റ് പറയുകയാണ്. അമ്മേ, എൻ്റെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു, എന്നെ ഒരുപാട് ബുള്ളിങ് ചെയ്യുന്നു, എന്നെ കളിയാക്കുന്നു, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നതുകൊണ്ട് ഞാൻ അവരോട് ഭയങ്കരമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു, എനിക്കിവിടെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അമ്മ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കും. എടുത്തിട്ട് പറയും, ഇന്ന് നീ ഈ ഗ്ലാസ് ഫുൾ വാട്ടറുള്ള ഈ വെള്ളം ഗ്ലാസ് നീ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണമെന്ന് പറയും. അവൾ അതും കൊണ്ട് പുറത്തിറങ്ങുമ്പം വീണ്ടും നെയ്ബേഴ്സിനെ കാണുന്നു. ഇവളെ കണ്ടപാടെ അവർ വീണ്ടും പഴയ പോലെ കളിയാക്കുകയും ഓരോന്നോരോന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കി. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. അപ്പം ഈ അമ്മ ഈ ഗ്ലാസ് കൊടുത്ത കാര്യം മറന്നുപോയിട്ട് ഇവളെ ദേഷ്യപ്പെടുമ്പോൾ ഈ ഗ്ലാസ്സിൽ നിന്ന് വെള്ളമെല്ലാം പുറത്തു പോകും. അപ്പോൾ അവൾ തിരിച്ചു വന്നിട്ട് പറയും, അമ്മ ഇന്നും അവരെന്നോട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറി, അവരെന്നെ മോശമായിട്ട് കളിയാക്കി, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഇതിൻ്റെ അകത്തെ വെള്ളം പോയി എന്ന് പറയും. അപ്പോൾ അമ്മ ചോദിക്കും, എന്തുകൊണ്ടാണ് മോളെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം പോയി? അവരെന്നെ കളിയാക്കി, എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് വെള്ളം പോയി. അമ്മ പറയാം, അല്ല, നിന്റെ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നുകൊണ്ടാണ് വെള്ളം താഴെ പോയത്. നമ്മുടെ ഗ്ലാസ്സിൽ ഇപ്പോൾ ഒരു പാലായിരുന്നെങ്കിൽ പാലാ പോകുന്നത്, ആ ഗ്ലാസ് എംറ്റി ആണെങ്കിൽ വെള്ളം പോകില്ല. നമ്മുടെ ലൈഫ് ഏതൊരു സിറ്റുവേഷനും നമ്മളെ ഷെയ്ക്ക് ചെയ്താലും നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മളിൽ എന്താണോ നിറഞ്ഞു കിടക്കുന്നത് അതാണ് വരുന്നത്. വേദന നിറഞ്ഞു കിടക്കുന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ വേദനയെ പുറത്ത് വരുള്ളൂ. അവിടെ നമുക്കിപ്പോൾ ഒരു സമാധാനവും സന്തോഷവും ആ രീതിയിലുള്ള ചിരി വരും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിയാക്ഷൻസ് പുറത്തു വരും. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റ് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് വരുന്നത്. ഒരു വ്യക്തി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവും കഷ്ടവും വിഷമങ്ങളുമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നത് അവരുടെ ഉള്ളിൽ എന്താണോ അധികം നിറഞ്ഞിരിക്കുന്നത്
അതാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വിഷമം, ദേഷ്യം, ഈ വികാരങ്ങളെല്ലാം കൂടി നിൽക്കുന്ന സർവൈവൽ മോഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇതിന്റെ റീസെറ്റ് പോസിബിൾ ആവുന്നത്? തിരിച്ചുള്ള ജേർണി എങ്ങനെയാണ്? യെസ്, വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് സാധ്യമാകുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഇത് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ക്ലയൻസ്, അവർ ആദ്യത്തെ സെഷനിൽ ഭയങ്കര ബോൾഡായിട്ട് വന്നിരിക്കും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറയും. ഒരു ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കരയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. കാരണം ഒന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എന്തെങ്കിലും നടക്കുമോ മാം, ഇത് വല്ലതും പോസിബിൾ ആണോ എന്ന് ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് പലപ്പോഴും ആദ്യം ഞാൻ സ്റ്റോറീസാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് എന്തൊരു ആക്ഷൻ എടുക്കുന്നതിന് ഇപ്പോൾ കൺസിസ്റ്റൻസി വേണം. നമ്മൾ ആദ്യം ട്രസ്റ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന്. ഞാൻ മുന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മുട്ട അട വയ്ക്കുന്ന കഥ. ഇനി ഞാൻ എല്ലാവരോടും പറയുന്നത് കേട്ടോ, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. കാരണം നമ്മൾ ഒരു മുട്ടയ്ക്ക് അകത്തുള്ളത് വെള്ളക്കരുവും മഞ്ഞക്കരുവും, കോഴി കൊടുക്കുന്നത് ഒരു ചെറിയ ചൂട് മാത്രമാണ്. ഒരു ജീവനുണ്ടാകാൻ അത് മതിയോ എന്ന് പലർക്കും സംശയം തോന്നും. നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ചില ചെറിയ ആക്ഷൻസ് മതി. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി, അപ്ലൈഡ് സയൻസ് ഒക്കെ അന്വേഷിച്ച് കിടക്കുന്നവർക്ക് നമുക്ക് ചെറുതുകൊണ്ട് നമ്മൾ തൃപ്തരാകില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യം ഒരു മെഡിസിൻ കൊടുത്ത് നോക്കിയിട്ടല്ലേ സർജറിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ആദ്യം തന്നെ പോയി സർജറി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പണ്ടുള്ളവർ പറയും സൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്നത് ഉള്ളതേ ഉള്ളൂ, എടുത്തില്ലേലാണ് നമ്മൾ തൂമ്പോണ്ട് എടുക്കേണ്ടി വരുന്നത്. അതും എടുത്തില്ലേ നമ്മൾ ബുൾഡോസർ കൊണ്ട് എടുക്കേണ്ടി വരുമെന്ന്. ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഈ ബുൾഡോസർ പോലെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ മനസ്സിനെ, നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ബോഡി, മനസ്സ്, ആത്മാവ്, മൈൻഡ്, ബോഡി ആൻഡ് സോൾ, ഇത് മൂന്നിനെ അലൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ പ്രോസസ്സുണ്ട്. നമുക്ക് ബോഡിയോട് സംസാരിക്കുന്ന രീതിയിൽ, ബോഡിയെ മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിനോട് സംസാരിക്കുന്നത് പറ്റത്തില്ല. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചില്ല ഇത്രയും വിഷമങ്ങളും വേദനകളും ഇരിക്കുന്നത്, ഇതിൻ്റെ കാരണം എവിടുന്നാണ് തുടങ്ങുന്നത്? ചെറുപ്പത്തിൽ ഒരിക്കൽ കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങും നമ്മുടെ വിശ്വാസങ്ങൾ, ചിന്ത, എമോഷൻസ്, നമ്മുടെ തോട്ട്, എമോഷൻസ്, ബിലീവ്സ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ്.